അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. ഇന്ന് സ്വഹാബി വനിതകളിൽ പ്രമുഖയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ അയവിറക്കുന്നത്. അബൂ സുഫിയാന് ഉമ്മു ഹബീബ എന്ന ഒരു മകളുണ്ടായിരുന്നു. അവർ ബുദ്ധിമതിയും സമർത്ഥയുമായിരുന്നു. തൻ്റെ പിതാവിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട് ഇസ്ലാം പുൽകിയ വനിതയായിരുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. പിതാവും മറ്റ് അവിശ്വാസികളും അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് തടയാൻ കിണഞ്ഞു ശ്രമിച്ചു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വകവെക്കാതെ മഹദി ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം മുസ്ലിങ്ങളോട് കൂടെ അബിസിനിയയിലേക്ക് പലായനം ചെയ്തു. ഒരുപാട് കാലം അബിസിനിയയിൽ അവർ താമസിച്ചു. കുടുംബക്കാരെയും കൂട്ടുകാരികളെയും കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു മഹദിക്ക്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. കുറച്ചു കാലത്തിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടതോടെ മഹദി തികച്ചും ഏകാന്തതയിലായിരുന്നു. ഇപ്പോൾ അവരെ സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ഒരാൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കുറച്ചു കാലമായി അവർ ഒരേ സ്വപ്നം ആവർത്തിച്ച് കാണുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് ഒരു വ്യക്തി അവരെ ഉറക്കത്തിൽ വിളിക്കുന്നതായി അവരെന്നും സ്വപ്നം കാണുമായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം? ഒന്നും മഹദിക്ക് മനസ്സിലായില്ല. അത് ചിന്തയിൽ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. ജനിച്ചു വളർന്ന നാടിനെക്കുറിച്ചും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിച്ചു. ഒപ്പം അവർ ഒരുപാട് വിദൂരത്താണല്ലോ എന്ന വിഷമവും സങ്കടവും അവരുടെ മനസ്സിൽ കുടിയിരുന്നു. തൻ്റെ സ്വന്തക്കാരെ, പ്രത്യേകിച്ച് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സഹിച്ച ഉമ്മു ഹബീബയെ അള്ളാഹു എങ്ങനെ ഏകാന്തയാക്കും? അതിനാൽ ഉമ്മു ഹബീബയെ ഏറ്റെടുക്കാനും വിവാഹം ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചു. ഈ വാർത്ത അവരെ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദൂതനെ അബിസിനിയയിലേക്ക് അയച്ചു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങകലെ വിദൂരതയിലുള്ള മദീന മുനവ്വറയിൽ നിന്നാണ് വിവാഹാലോചന വന്നിരിക്കുന്നത്. അതാണെങ്കിൽ ഒരു സാധാരണക്കാരിൽ നിന്നുള്ളതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രം അനുസരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് മഹദിക്ക് വിവാഹാലോചന വന്നത്. തീർത്തും അപ്രത്യക്ഷമായിട്ടാണ് ഇങ്ങനെയൊരു വിവാഹാലോചന മഹദിക്ക് വന്നത്. മനസ്സിൽ ഒരേ സമയം സന്തോഷവും അസ്വസ്ഥതയും അലതല്ലി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഒരുപാട് തവണ ശ്രമിക്കുകയും നൂറുകണക്കിന് മുസ്ലിങ്ങളെ വധിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്ത ഇസ്ലാമിൻ്റെ ശത്രു അബൂ സുഫിയാനിൻ്റെ മകളാണല്ലോ താൻ. ആരോടും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരെങ്കിലും ചെയ്ത തെറ്റുകളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേൽ ചുമത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നില്ല. ഇതായിരുന്നു നീതി. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവാചകൻ എല്ലാ മുസ്ലിങ്ങളെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കാൻ വീണ്ടും ഉമ്മു ഹബീബക്ക് സാധിച്ചു. ഉമ്മു ഹബീബയെ മദീനയിലേക്ക് അയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജാഷിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി. തയ്യാറെടുപ്പുകൾ നടത്താൻ നജാഷി സേവകരോട് കൽപ്പിച്ചു. മുസ്ലിങ്ങളെല്ലാം അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ചേരണമെന്നും നജാഷി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എല്ലാവരെയും ഒരു കപ്പലിൽ കയറ്റി മദീനയിലേക്ക് അയച്ചു. സന്തോഷം കൊണ്ട് ഉമ്മു ഹബീബയുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമുദായത്തിൻ്റെ പ്രവാചകനാണ് തന്നെ വിവാഹം ചെയ്യാൻ പോകുന്നത്. താൻ മുമ്പ് കണ്ടിരുന്ന സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഉമ്മുൽ മുഅ്മിനീൻ എന്ന വിളിപ്പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നിയായി. മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.